ഹലോ ഗെയ്സ്, ഇപ്രാവശ്യം നമ്മളെ യാത്ര ഒരു ഡ്രീം കാശ്മീർ ട്രിപ്പാണ്. ഇതിനു മുമ്പ് നമ്മൾ ലക്ഷദ്വീപിലേക്ക് ഒരു യാത്ര നടത്തിയിരുന്നു. അതായത് നീറ്റിലിറക്കം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തൊരു കാണണേ. അപ്പോൾ ഈ യാത്രയിൽ നമ്മളോട് 26 പേര് ഉൾപ്പെടുന്നൊരു യാത്രയാണത്. ഇത് മലപ്പുറം ജില്ലയിലെ വോയേജർ ഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഈ യാത്ര കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. കാശ്മീരിലെ ഞങ്ങളെ കാത്തിരിക്കുന്ന കാഴ്ചകൾ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങളുള്ളത്. അനൗൺസ് ചെയ്തതനുസരിച്ച് നമ്മളുടെ വണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മംഗൾദ്വീപ് എക്സ്പ്രസ് ആണ് നമ്മളുടെ വണ്ടി. അതിൽ M2 കോച്ചാണ് നമുക്കുള്ളത്. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു 2:34 ഇതിൻ്റെ ടൈം. വണ്ടി അതിൻ്റെ റൈറ്റ് ടൈമാണ്. അപ്പോൾ അതിൽ AC 3 ടയർ കോച്ചാണ് നമ്മളുള്ളത്. ഇനി വീണ്ടും 10-26 പേരും കൂടി നമ്മളെ കൂടെ കൂടാനുണ്ട്. പലർക്കും പല കോച്ചുകളിലാണ് കിട്ടിയിരിക്കുന്നത്. പല സമയത്തുള്ള ബുക്കിംഗ് ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. 14 ദിവസത്തെ യാത്രയുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ലഗേജൊക്കെ കുറച്ച് കൂടുതലുണ്ട്. പിന്നെ 2 ദിവസത്തേക്കുള്ള ഭക്ഷണമൊക്കെ നമ്മൾ കണക്കാക്കിയിട്ടുണ്ട്. കാരണം വയറിന് വല്ല സുഖമൊന്നും വരണ്ടെന്ന് വെച്ചിട്ടാട്ടോ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മളെ വണ്ടി നിന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സീറ്റ് കണ്ടുപിടിക്കണം. അതിനുള്ള തിരക്കിലാണ്. നമ്മൾ ട്രിപ്പിന് വേണ്ടിയിട്ട് എറണാകുളത്ത് നിന്ന് കയറിയ ടീമുണ്ട് നമ്മൾ ആദ്യത്തേതിൽ കേട്ടോ. അവരെ കണ്ടു. അപ്പോൾ പിന്നെ നമ്മുടെ സീറ്റിലേക്ക് നീങ്ങി നമ്മളൊക്കെ ആകുന്ന സെറ്റായി, സാധനങ്ങളൊക്കെ വെച്ചൊന്ന് സെറ്റായിട്ടോ. അങ്ങനെ നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനോട് യാത്ര പറയുകയാണ്. ഇനി 14 ദിവസം യാത്രയിലാണ്. അതിനുശേഷം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നമ്മൾ തിരിച്ചെത്തും. അങ്ങനെ നീണ്ട 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ആഗ്ര കണ്ടോൺമെൻറ്റ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. മുൻ തീരുമാനപ്രകാരം നമ്മളുടെ ഗൈഡുകൾ അവിടെ നമ്മൾ കാത്തു നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു മിനി ബസ്സിലാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മളെ ആദ്യം ഒരു ഫ്രഷപ്പിനാണ് കൊണ്ടുപോവുക. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ്, അതിന് ശേഷമാണ് സൈറ്റ് സീയിങ്. അപ്പോൾ ബസ്സിൽ വെച്ചിട്ട് നമ്മളുടെ ഗൈഡുകൾ ചെറിയൊരു അന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ചെറിയൊരു വിവരണം നമുക്ക് തന്നു. അതിൽ ആദിലും ഷമീലും 2 ഗൈഡുകൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ആദിലിൻ്റെ മലപ്പുറം ഭാഷ കേൾക്കാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ചിരിച്ച് മണ്ണ് കപ്പിപ്പോവും. റൂമിലെത്തി ഒന്ന് ഫ്രഷപ്പ് ആകാനുള്ള തിരക്കിലായിരുന്നു കേട്ടോ എല്ലാവരും. പിന്നെ എല്ലാവരും വേഗം തന്നെ ഫ്രഷായി. ഇനി അടുത്തത് ഭക്ഷണം കഴിക്കാനാണ് പരിപാടി. എല്ലാവരും അങ്ങോട്ടേക്ക് നീങ്ങി. ബ്രേക്ക്ഫാസ്റ്റിന് നല്ല വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വിശപ്പുള്ളതുകൊണ്ട് എല്ലാവരും നന്നായി കഴിച്ചു. സൈറ്റ് സീയിൻ്റെ കാഴ്ചകൾ നമ്മൾ പാർട്ട് 2 വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ കൂട്ടുകാരെ. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.